ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ജെല്ലിയാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ജെല്ലി മിഠായി നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ജെല്ലി ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജലാറ്റിൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്കൊരു പാൻ എടുക്കാം. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം ചേർക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായി തിളപ്പിച്ചെടുക്കണം. ഷുഗർ സിറപ്പ് നല്ലപോലെ തിളച്ച് നല്ല തിക്കാവുന്നത് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. വൺ സ്ട്രീം കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമ്മൾ തിളപ്പിച്ചുകൊണ്ടിരിക്കണം. ഷുഗർ സിറപ്പ് നമ്മൾ വിചാരിച്ചത്ര കട്ടിയായോ എന്ന് അറിയാനായിട്ട് ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു ഡ്രോപ്പ് ഒന്ന് ഒഴിച്ച് നോക്കുക. നമുക്കത് വിരലുകൊണ്ട് ഈസി ആയിട്ട് ഇങ്ങനെ സോഫ്റ്റ് ബോൾ പോലെ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ഷുഗർ സിറപ്പ് കറക്റ്റായിട്ടാണ്. ഇപ്പം നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ കറക്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ജലാറ്റിൻ്റെ മിക്സ് ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേറെ വേറെ കളറുകളും ഫ്ലേവറുകളൊക്കെ കൊടുക്കാനായിട്ട് ഞാനതൊരു 4 ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര കളറുകളും ഫ്ലേവറുകളും ഉണ്ടോ അത്രയായിട്ട് നമുക്കത് ഡിവൈഡ് ചെയ്യാം. കളർ മിക്സിംഗ് ഒക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യണം, കാരണം ഇത് പെട്ടെന്ന് തന്നെ സെറ്റിൽ ആവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറവ് കളറുകളാണെങ്കിൽ അത്രയായിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഞാനിവിടെ ഒരു 4 കളർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 4 ഫ്ലേവറിൻ്റെ എസൻസും ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ, മാംഗോ, ഓറഞ്ച് അങ്ങനെ ഇഷ്ടമുള്ള എസൻസുകൾ വാങ്ങിക്കാൻ കിട്ടും. ഇനി നമുക്ക് ഇതിന് നല്ല ഷേപ്പ് കിട്ടാനായിട്ട് നമ്മുടെ കയ്യിൽ മിഠായി ഒക്കെ ഉണ്ടാക്കുന്ന മോൾഡുകൾ ഉണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് ആ മോൾഡിൽ ഒഴിച്ചിട്ട് നല്ല ഷേപ്പാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനത്തെ മോൾഡുകളൊന്നും ഇല്ലാത്ത കാരണം ഞാനൊരു പ്ലേറ്റിൽ വെച്ചിട്ടാണ് സെറ്റാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ പ്ലേറ്റിൻ്റെ അടിഭാഗത്ത് കുറച്ച് എണ്ണയൊന്ന് തൂത്ത് കൊടുത്താൽ നമുക്കിത് ലാസ്റ്റ് മുറിച്ചെടുക്കുമ്പോൾ കുറച്ച് ഈസി ആയിരിക്കും. അപ്പോൾ ഞാൻ ഉപയോഗിച്ചത് കുറച്ച് പരന്ന പാത്രമാണ്. അതുകൊണ്ട് എൻ്റെ മിഠായി അധികം കനമില്ലാത്ത തിന്നായിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ തിക്കിൽ ചെറിയ ചെറിയ ബൗളുകളിൽ ചേർക്കുകയോ അല്ലെങ്കിൽ ഗ്ലാസ്സുകളിൽ ചെറിയ ഗ്ലാസ്സുകളിൽ ഒഴിച്ച് വയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഒഴിച്ച് വെക്കുന്ന ഷേപ്പിലുള്ള ജെല്ലിയാണ് നമുക്ക് തയ്യാറാക്കാൻ പറ്റുക. ഇനി നമുക്ക് 2 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രീസറിലൊന്നും വെക്കേണ്ട കേട്ടോ. ഇത് നമുക്ക് പുറത്ത് വെച്ചാലും മതി. പുറത്ത് വെച്ചാലും 2 മണിക്കൂർ കൊണ്ട് തന്നെ സെറ്റായി കിട്ടും. പക്ഷേ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചാലാണ് കൂടുതൽ എളുപ്പം നമുക്ക് ചെയ്യാനായിട്ട്. 2 മണിക്കൂറിന് ശേഷം എടുത്തിട്ട് നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ കയ്യിൽ മിഠായിയുടെ ഒക്കെ മോൾഡാണെങ്കിൽ നമുക്ക് നല്ല ഷേപ്പുള്ള മിഠായികളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒന്നും അങ്ങനത്തെ സാധനങ്ങളില്ലെങ്കിൽ ഇതുപോലെ ചെയ്താലും മതി. നമുക്ക് സ്ക്വയർ ഷേപ്പിലോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് പഞ്ചസാരയിൽ കോട്ട് ചെയ്തെടുക്കാം. പഞ്ചസാരയിൽ കോട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ മിഠായിക്ക് നല്ല മധുരമൊക്കെ ഉണ്ട്. എന്നാലും നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് 2 സൈഡും പഞ്ചസാര ഒന്ന് ടച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ജെല്ലി മിഠായി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ നല്ല തിന്നായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതിന് പകരം നമുക്ക് നല്ല തിക്കായിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിനനുസരിച്ചുള്ള വലുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.